അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് 28/10/2025 വർക്ക് സൂപ്രണ്ടിന്റെ പരീക്ഷ 385/2024 ഇതിന്റെ പരീക്ഷ രാവിലെ നടന്നു അല്ലേ. അപ്പോൾ അതിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള 10,000-ന് മുകളിൽ ഉദ്യോഗാർത്ഥികൾ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. കോഴിക്കോട് ജില്ലയിലേക്ക് വേണ്ടിയിട്ടുള്ള നിയമനങ്ങളാണ് ഈ തസ്തികയിലേക്ക് നടന്നത്. ഇപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയെ സംബന്ധിച്ച് ഒരു വിശകലനം എങ്ങനെ ആയിരിക്കും എന്നതിനെക്കുറിച്ച് എല്ലാ ഉദ്യോഗാർത്ഥികളും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സമയമാണ്. പൊതുവെ പരീക്ഷ പ്രയാസമുള്ളതായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് എല്ലാവരും വളരെ ആശങ്കയോടെ നോക്കിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇതിൻ്റെ ശമ്പള സ്കെയില് എന്ന് പറയുന്ന 26,500, 60,700 ശമ്പള സ്കെയില് വരുന്നത്. 10,002 പേരാണ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് കൺഫർമേഷൻ കൊടുത്തത്. എന്നാൽ 60% മുകളിൽ മാത്രമേ ഉദ്യോഗാർത്ഥികൾ പരീക്ഷയിൽ പങ്കെടുത്തുള്ളൂ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഒഴിവുകളുടെ കാര്യത്തിൽ 2 ഒഴിവാണ് നിലവിൽ ഉള്ളത്. പ്രസ്തുത ഒഴിവിലേക്കാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നത്. റാങ്ക് ലിസ്റ്റിന്റെ പരമാവധി കാലാവധി 3 വർഷമാണ്. പ്രസ്തുത കാലാവധിക്കുള്ളിൽ വരുന്ന വേക്കൻസികളെല്ലാം തന്നെ ഇതിൽ നിന്ന് ആഡ് ചെയ്യാനുള്ള സാധ്യത ഏറെയാണ്. അതുപോലെ തന്നെ ഈ പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്, ഓട്ടോകാഡ്, യൂണിറ്റ്സ് ആൻഡ് മെൻസുറേഷൻ, ബിൽഡിംഗ് മെറ്റീരിയൽ ആൻഡ് കൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ ഓയിൽ ആൻഡ് വാട്ടർ കൺസർവേഷൻ, അതുപോലെ തന്നെ ഫാം പവർ ആൻഡ് മെഷീനറി ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ വളരെയധികം കടുപ്പമേറിയതായിരുന്നു എന്ന് പൊതുവെ ഉദ്യോഗാർത്ഥികൾ അഭിപ്രായപ്പെടുന്നുണ്ട്. ചോദ്യങ്ങളെല്ലാം തന്നെ നല്ല നിലവാരം പുലർത്തിയുള്ള ചോദ്യങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ പരീക്ഷയെ വളരെ ഫേസ് ചെയ്യാൻ വളരെ പ്രയാസമായിരുന്നു. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് മാർക്ക് വരാനുള്ള സാധ്യത ഏറെയാണ് എന്ന് പല ഉദ്യോഗാർത്ഥികളും പറഞ്ഞു. പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് എഴുതുന്നതിന് സാധിച്ചില്ല. വളരെ കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചുള്ളൂ എന്ന് പല കുട്ടികളും അഭിപ്രായം പറഞ്ഞു. പല ഉദ്യോഗാർത്ഥികൾക്കും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന പരീക്ഷകളൊക്കെ തന്നെ ഒത്തിരിയേറെ നെഗറ്റീവ് മാർക്ക് ഉണ്ടാക്കിയോണ്ട് തന്നെ പല ഉദ്യോഗാർത്ഥികളും വിളിക്കുന്ന അവസരത്തിൽ ഞാൻ പറയാറുണ്ട്, പൊതുവെ അറിയാൻ വയ്യാത്ത ചോദ്യങ്ങളൊന്നും തന്നെ അറ്റൻഡ് ചെയ്യാൻ പോകരുത്. എങ്കിലും അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം, സാറേ അത് കാണുമ്പോൾ നമുക്കത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ തോന്നും, അത് നമ്മൾ അങ്ങനെ അറ്റൻഡ് ചെയ്ത് പോയതാണ്, അപ്പോൾ അത് ശരിയായിരിക്കുമെന്ന് ഓർത്തുകൊണ്ട് അറ്റൻഡ് ചെയ്തതാണ് എന്ന് പല ഉദ്യോഗാർത്ഥികളും അഭിപ്രായം പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ പരീക്ഷയ്ക്കും നെഗറ്റീവ് മാർക്കുകളൊക്കെ വന്നിട്ടുണ്ടെന്നാണ് പല ഉദ്യോഗാർത്ഥികളും അഭിപ്രായം പറഞ്ഞത്. ഇനി പ്രൊഫഷണൽ ആൻസർ കീ നാളെ വരും. അപ്പോൾ മാത്രമേ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനത്തിൽ എത്താൻ സാധിക്കുകയുള്ളൂ. ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ 50 മാർക്കിന് മുകളിൽ കട്ട് ഓഫ് മാർക്ക് വരാനാണ് സാധ്യത എന്നുള്ള ഒരു നിഗമനത്തിലാണ് എത്തിച്ചേരാൻ സാധിക്കുന്നത്. പൊതുവെ പരീക്ഷ വളരെ പ്രയാസമായിരുന്നുകൊണ്ട് തന്നെ 50 മാർക്കിന് മുകളിലേ കട്ട് ഓഫ് മാർക്ക് വരാൻ സാധ്യതയുള്ളൂ എന്നുള്ള ഒരു നിഗമനത്തിലാണ് എത്തിച്ചേരാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം തുടർ നടപടികളൊക്കെ തന്നെ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. അപ്പോൾ ഷോർട്ട് ലിസ്റ്റ് താമസിക്കാതെ തന്നെ 3 അല്ലെങ്കിൽ 4 മാസത്തിനുള്ളിൽ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാനുള്ള സാധ്യത ഏറെയാണ്. ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് തന്നെ അതിലേക്ക് വരാൻ സാധ്യതയുള്ള ഉദ്യോഗാർത്ഥികളോട് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി മെസ്സേജ് വരുന്നതാണ്. ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ വളരെ ശ്രദ്ധയോടുകൂടി അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്, തങ്ങൾ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ പറയുന്ന അവസരത്തിൽ, PSC പറയുന്ന അവസരത്തിൽ കൃത്യമായിട്ട് തന്നെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും ശ്രദ്ധിക്കേണ്ടതാണ്. പലപ്പോഴും പലതവണയായിട്ട് ഞാൻ ആവർത്തിച്ച കാര്യമാണ്. എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി അത് പറയേണ്ടി വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പല ഉദ്യോഗാർത്ഥികളും സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല, എന്ത് ചെയ്യും എന്നതിനെ ചോദിച്ച് ധാരാളം ഉദ്യോഗാർത്ഥികൾ വിളിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയത്. അപ്പോൾ വർക്ക് സൂപ്രണ്ടിന്റെ പരീക്ഷ പൊതുവെ പ്രയാസമുള്ള പരീക്ഷയായിരുന്നു എന്നുള്ളതാണ് പൊതുവെയുള്ള അഭിപ്രായം. പരീക്ഷയുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ തന്നെ വൈകാതെ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. തുടർ നടപടികളൊക്കെ തന്നെ ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് PSCയിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മുമ്പുള്ള പരീക്ഷകളുടെ ഒക്കെ തന്നെ തുടർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ബാക്കിയുള്ള നടപടികളൊക്കെ പൂർത്തിയാക്കി ഷോർട്ട് ലിസ്റ്റ് ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കുകയും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനും ഇന്റർവ്യൂ ഒക്കെ നടത്തിയതിനു ശേഷം അതിന്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുകയും
അതുപോലെ തന്നെ അഡ്വൈസും കാര്യങ്ങളൊക്കെ തന്നെ നിലവിലുള്ളതെല്ലാം തന്നെ ഉടൻ തന്നെ ആരംഭിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഇരിക്കേണ്ട അത്യാവശ്യമാണ്. നടപടികളൊക്കെ പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ ഉദ്യോഗാർത്ഥികൾക്ക് മെസ്സേജ് വരുമ്പോൾ അറിഞ്ഞില്ല എന്നൊരു കാരണവശാലും പറയാൻ പാടില്ല. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പരീക്ഷയുടെ വിശകലനത്തെ സംബന്ധിച്ചുള്ള ക്ലാസ് വളരെയധികം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.